ഇന്ന് നമ്മൾ SSLC മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പാറ്റേണും അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും സോൾവ് ചെയ്യുകയാണ്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 to 4 ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. നമുക്കതിനകത്ത് ആ സെക്ഷനിൽ നിന്ന് 6 മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 5 to 11 ഏതെങ്കിലും 5 എണ്ണം എഴുതുക. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ആ സെക്ഷനിൽ നമുക്ക് 15 മാർക്ക് കിട്ടും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12 to 21 ഏതെങ്കിലും 7 എണ്ണം എഴുതുക. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ആ സെക്ഷനിൽ നിന്ന് നമുക്ക് 28 മാർക്ക് കിട്ടും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22 to 28 ഏതെങ്കിലും 5 എണ്ണം എഴുതുക. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ആ സെക്ഷനിൽ നിന്ന് നമുക്ക് 25 മാർക്ക് കിട്ടും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29 അതിന് ചോയ്സ് ഒന്നുമില്ല, 6 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ആ സെക്ഷനിൽ നമുക്ക് 6 മാർക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ മാർക്ക് 80. പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത് നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. SSLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2020. അപ്പോൾ നമ്മൾ ഇവിടെ നമ്പർ കൊടുത്തേക്കുന്നത്, ഇവിടെ ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിലെ നമ്പർ എത്രയാണോ അത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. ദ സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് 3. റൈറ്റ് ദ സീക്വൻസ്. വാട്ട് ഈസ് ദ 12th ടേം ഓഫ് ദ സീക്വൻസ്? 2 മാർക്ക്. ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 8ഉം പൊതുവ്യത്യാസം 3ഉമാണ്. ശ്രേണി എഴുതുക. ശ്രേണിയുടെ 12ാം പദം എത്രയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് സെക്കൻഡ് ടേമും കോമൺ ഡിഫറൻസുമാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം സീക്വൻസ് എഴുതണം, രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ 12th ടേം എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഹിയർ S2 = 8 ആൻഡ് D = 3. S2 8ഉം D 3ഉമാണ്. അപ്പോൾ നമ്മൾ സീക്വൻസ് എഴുതുമ്പോൾ നമ്മൾ S1 തൊട്ടാണ് എഴുതേണ്ടത്. അപ്പം S2ന് മുമ്പുള്ളത്, അതായത് 8ന് മുമ്പുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ D കുറച്ചാൽ മതി. അതായത് 8 - 3 = 5. ദെൻ നമ്മൾ കൂട്ടി എഴുതുക. 8 + 3 = 11. 11 + 3 = 14. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം നമുക്ക് കിട്ടും 5, 8, 11, 14 etc. ദെൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ 12th ടേം ഓഫ് ദ സീക്വൻസ്? ഇപ്പോൾ 12th ടേം കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ x12 = 2 രീതിയിൽ ചെയ്യാം. x12 = ഒന്ന് നമ്മളിപ്പോൾ x1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ S1 + 11D എന്ന് കൊടുക്കാം. നമുക്കിവിടെ തന്നേക്കുന്ന x2 ആയതുകൊണ്ട് നമ്മളിവിടെ S2 + 10D എന്ന് കൊടുക്കാം. ഏത് ചെയ്താലും ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ S2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇറ്റ് ഈസ് 8 + 10 × 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 + 30 = 38. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 38 and 8th term is 62. What is the common difference of the sequence? Will the difference between any two terms of the sequence be 100? Why? 3 മാർക്ക്. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 38ഉം 8ാം പദം 62ഉം ആണ്. ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? ഈ ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം 100 ആകുമോ? എന്തുകൊണ്ട്? അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ എപ്പോഴും ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് x5 = 38, ദെൻ x8 = 62. അപ്പോൾ നമുക്ക് D ആണ് കണ്ടുപിടിക്കേണ്ടത്, കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, പൊതുവ്യത്യാസം. അപ്പോൾ നമ്മൾ D = ഈ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. x8 - x5 / 8 - 5. നേരത്തെ ക്ലാസ്സിൽ ഇത് എടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 62 - 38 / 8 - 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 / 3 = 8. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഈ ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം 100 ആകുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ റീസണും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഫോർ എനി അരിത്തമെറ്റിക് സീക്വൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് D. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താലും 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും Dയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും 100 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ D 8 ആണ്. 100 എന്ന് പറയുന്നത് 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദി സീക്വൻസ് വിൽ നോട്ട് ബി 100. അതുകൊണ്ട് 2 പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരിക്കലും 100
ആകത്തില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ 14ാമത്തെ ചോദ്യമാണ്. The sum of the first n terms of an arithmetic sequence is n square plus 2n. What is the first term? Find the common difference. What is the sum of first 20 terms of this sequence? Prove that sum of continuous terms starting from the first of the sequence 3, 5, 7, etc. added to 1 gives a perfect square. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക n സ്ക്വയർ പ്ലസ് 2n ആണ്. ആദ്യ പദം എന്ത്? പൊതുവ്യത്യാസം എത്രയാണ്? ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര? 3, 5, 7 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ തുടർച്ചയായ പദങ്ങളുടെ തുകയോട് 1 കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗം കിട്ടുമോ എന്ന് തെളിയിക്കുക. കിട്ടുമെന്ന് തെളിയിക്കുക. അവിടെ കിട്ടും എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചോദ്യം മനസ്സിലായല്ലോ. നമുക്ക് സം തന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, ദെൻ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കണ്ടുപിടിക്കണം, ദെൻ അതിൻ്റെ പ്രൂവ് ചെയ്യാനായിട്ടാണ്. ആ സമ്മിൻ്റെ കൂടെ നമ്മൾ 1 കൂട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമോ എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇത് 4 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് അലോട്ട് ചെയ്യുന്നത്. നമുക്ക് ഉത്തരം കാണാം. ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന ആദ്യം എഴുതി SN = n സ്ക്വയർ പ്ലസ് 2n. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മുടെ ഈ SNൻ്റെ അകത്ത്, അതായത് SNനകത്ത് 10ൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ടേം കിട്ടും. അപ്പോൾ S1 = 1 + 2, അതായത് എൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തു. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 വരും, പ്ലസ് 2 = 3. അപ്പോൾ നമ്മുടെ x1 എന്ന് പറയുന്നത് 3 കിട്ടി. ദെൻ നമുക്കിനി കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം S2 മൈനസ് S1, അതായത് സെക്കൻഡ് ടേം മൈനസ് തേർഡ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടേം = S2 മൈനസ് S1 = അപ്പോൾ ഇതും S2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്നിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 × 2 മൈനസ് 3. ഇനി 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, പ്ലസ് 2 × 2 4, ദെൻ 4 + 4 8 എന്ന് കിട്ടും. അപ്പോൾ 8 - 3 = 5. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന സെക്കൻഡ് ടേം 5ഉം അതുപോലെ തന്നെ ഫസ്റ്റ് ടേം 3 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് 5 - 3 = 2. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന സം ഓഫ് 20 ടേംസ്, അതായത് S20 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ SN തന്നിട്ടുണ്ട്, n സ്ക്വയർ പ്ലസ് 2n ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് ആ എന്നിൻ്റെ സ്ഥാനത്ത് 20 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് S20 = 20 സ്ക്വയർ പ്ലസ് 2 × 20, ദാറ്റ് ഈസ് = 20 സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 വരും. 2 × 20 എന്ന് പറയുന്നത് 40, ദാറ്റ് ഈസ് = 440. അപ്പോൾ നമുക്ക് S20, അതായത് സം ഓഫ് 20 ടേംസ് എന്ന് പറയുന്നത് 440 എന്ന് കിട്ടും. ദെൻ ലാസ്റ്റ് ഇതിനകത്ത് ചോദിച്ചേക്കുന്ന ഇതാണ്, പ്രൂവ് ദാറ്റ് സം പ്ലസ് 1 = പെർഫെക്റ്റ് സ്ക്വയർ. നമുക്ക് ഒരു സീക്വൻസിൻ്റെ, അതായത് 3, 5, 7 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസിൻ്റെ സമ്മും അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഈ സീക്വൻസ് നോക്കുവാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ഇപ്പോൾ ചെയ്ത പ്രോബ്ലം നോക്കുക. S1 3 ആണ്, S2 5 ആണ്, ദെൻ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ നമുക്ക് 3, 5, 7 എക്സെട്ര എന്നുള്ള സീക്വൻസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഈ തന്നേക്കുന്ന സീക്വൻസിൻ്റെ SN എന്ന് പറയുന്നത്, സം ഓഫ് nth ടേം എന്ന് പറയുന്നത്, n ടേംസ് എന്ന് പറയുന്നത് n സ്ക്വയർ പ്ലസ് 2n തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 1 കൂട്ടി നോക്കാം. അപ്പോൾ SN + 1 = നമുക്ക് കിട്ടും n സ്ക്വയർ പ്ലസ് 2n + 1, ദാറ്റ് ഈസ് = n + 1 ദ ഹോൾ സ്ക്വയർ. ഇത് a സ്ക്വയർ പ്ലസ് 2ab + b സ്ക്വയർ എന്നുള്ള ഫോർമുലയാണ് തന്നേക്കുന്നത്. ആ ഒരു ഫോർമാറ്റിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ a എന്ന് പറയുന്ന n-ഉം b എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ n + 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ സോ എ നമ്പർ റേസ് ടു 2 എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27ാമത്തെ ചോദ്യമാണ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140. വാട്ട് ഈസ് ദ 11th ടേം? റൈറ്റ് ദ സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 10. Calculate the sum of first 11 terms of this sequence. Find the sum of first 11 terms of the sequence 20, 25, 30, etc. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 140 ആണ്. 11ാം പദം എത്ര? ആദ്യ പദം 10 ആയാൽ ശ്രേണി എഴുതുക. ഈ ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക കണക്കാക്കുക.
20, 25, 30 എക്സെട്ര എന്ന ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക എത്ര? ഉത്തരം കാണാം നമുക്ക്. അപ്പോൾ നമുക്കിവിടെ ആദ്യം ചോദിച്ചേക്കുന്ന നമുക്ക് തന്നേക്കുന്ന കാര്യം എടുത്തെഴുതുക. ഗീവൺ x1 + x21 = 140. നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമും 21st ടേമും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 140 കിട്ടും. ദെൻ ബാക്കിയുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 11th ടേം കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് x11. അപ്പോൾ നമ്മൾ ആദ്യം ഇത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ x1നെ x11ന്റെ ടേമിലും x21നെ x11ന്റെ ടേമിലും നമ്മൾ എഴുതാനായിട്ട് പോവുകയാണ്. x1 = x11 - 10d നമുക്ക് എഴുതാം. x21 = x11 + 10d. d എന്നുള്ളത് കോമൺ ഡിഫറൻസ് ആണ്. ദെൻ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം x11 - 10d + x11 + 10d = 140. അപ്പം 10d എന്നുള്ള -10d എന്നുള്ളതും +10d എന്നുള്ളതും ക്യാൻസലായി പോകും. നമുക്ക് 2 × x11 = 140. ദെൻ x11 = 140 / 2, ദാറ്റ് ഈസ് = 70. അപ്പോൾ നമുക്ക് x11 എന്ന് പറയുന്നത് 70 ആണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 11, ആദ്യത്തെ ടേം 10 ആണെങ്കിൽ ആ സീക്വൻസ് എഴുതാനായിട്ടാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ x1 = 10 എന്ന് നമുക്കറിയാം. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ x11 70 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇതുപയോഗിച്ച് നമുക്ക് d കണ്ടുപിടിക്കാം. അപ്പോൾ x1 + 10d എന്നുള്ളതാണ് 70. x11ന്റെ ഫോർമുല നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ടേം പ്ലസ് n-1 × d. അപ്പോൾ s1 + 10d = 70. നമുക്ക് 10 + 10d = 70 എന്ന് കിട്ടും. അപ്പോൾ ഈ 10 എന്നുള്ളതിനെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പം 70 - 10, ദാറ്റ് ഈസ് = 60. പ്ലസ് എന്നുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആകും. അപ്പോൾ 70 + 10 = 70 - 10 = 60. ദെൻ d = 60 / 10, d = 6. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേം 10 ആണ്. ദെൻ കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ കൂട്ടി വരുമ്പോൾ നമുക്കറിയാം we get the sequence 10, 16, 22 etc. So the next question is sum of 11 terms. സം ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് S11 എന്നുള്ളതിന് ഏത് ഫോർമുല വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം നമ്മൾ കുറേ ഫോർമുല പഠിച്ചിട്ടുണ്ട്. സംസം എന്നുള്ള ആ ഒരു പോർഷൻ എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ ഫോർമുലാസ് തന്നായിരുന്നു. അതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് ഫോർമുല യൂസ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇച്ചിരിയും കൂടെ ഒരു എളുപ്പത്തിന് നമുക്കിവിടെ കിട്ടുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് എനി 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 times ദ മിഡിൽ ടേംസ്. അതായത് 5 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 5 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് മിഡിൽ ടേമിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് 3 ആണെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു 3 എന്ന് നമ്മൾ എഴുതും. 7 ആണെങ്കിൽ 7 ഇൻറ്റു മിഡിൽ ടേം എന്ന് എഴുതും. അങ്ങനെ കുറേ ഫോർമുലാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് S11 ആണ്. സോ ഇറ്റ് ഈസ് ഓഡ് നമ്പർ. 11 എന്ന് പറയുന്നത് ഇവിടെ ഓഡ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ 11 ഇൻറ്റു അതിൻ്റെ മിഡിൽ നമ്പർ x6 ആണ് മിഡിലായിട്ട് വരുന്നത്. 11 ഇൻറ്റു x6 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ x6 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അത് ഇൻറ്റു 11 ചെയ്താൽ മതി. s6 = x1 + 5d. ദെൻ നമ്മൾ S1ൻ്റെ വാല്യൂവും ഡിയുടെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 10 + 5 × 6, ദാറ്റ് ഈസ് = 10 + 30 = 40. അപ്പം നമ്മുടെ x6 എന്ന് പറയുന്നത് 40 ആണ്. സോ x11 എന്ന് പറയുന്ന 11 × 40 = 440 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 27 ഒരു ചോദ്യം കൂടിയുണ്ട്. ചോദ്യം ഇതായിരുന്നു. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദ സീക്വൻസ് 20, 25, 30 etc. അപ്പോൾ കുറച്ച് തൊട്ട് മുമ്പ് ചോദിച്ച അതേ ചോദ്യം തന്നെ അതിൻ്റെ അതേപോലെ തന്നെ S11 കണ്ടുപിടിക്കാനാണ് ചോദ്യം. പക്ഷേ സീക്വൻസ് വേറെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ S11 = അതുപോലെ തന്നെ 11 × S6 എന്ന് എഴുതുക. ദെൻ S6 = x1 + 5d. ഇവിടെ നമ്മുടെ x1 എന്ന് പറയുന്നത് 20 ആണ്. d എന്ന് പറയുന്നത് 5ഉം. അപ്പോൾ x6 = 20 + 5 × 5. അപ്പോൾ ഇത് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങളിവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടേക്കണം. കാരണം 5 × 5 ആണ് ആദ്യം ചെയ്യേണ്ടത്. ദെൻ അതിൻ്റെ കൂടെ 20 ആഡ് ചെയ്യുകയാണ്. = 20 + 25 = 45. ദെൻ നമ്മൾ 45 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് S11 = 11 × 45, ദാറ്റ് ഈസ് = 495. അപ്പോൾ നമ്മൾ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 495. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് 6 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. റീഡ് ദ ഫോളോയിങ്. We know that a sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence. Example 1, 3, 5, 7 etc. Likewise, we can form sequences by starting with any number and multiplying by a fixed non-zero number repeatedly. For example, 1, 2, 4, 8 etc. In sequences
The common number in this sequence, one number multiplied by 2 gives the next number. Such sequences are called geometry sequences. The common number used for repeated multiplication is called common ratio. What is the fifth term of the geometric sequence 1, 2, 4, 8, etc.? Write the geometry sequence with the first term 2 and common ratio 3. What is the common ratio of the geometry sequence 3, 12, 48, etc.? Write the 10th term of the geometry sequence 1, -1, 1, etc. What is the sum of 10 consecutive terms of the geometry sequence 1, -1, 1, etc.? Which of the following numbers will not be a term of any geometric sequence? Pi, 0, √2, 1/π. അതിൻ്റെ ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത്. ചോദ്യം ഇത്രേ ഉള്ളൂ. നമുക്ക് സാധാരണ അറിയാം, നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് നമ്മൾ കൂട്ടി എഴുതുക. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 1 സ്റ്റാർട്ട് ചെയ്തു, ദെൻ 1 + 2 3, 3 + 2 5, അങ്ങനെ കൂട്ടി എഴുതുന്നതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വേറൊരു സീക്വൻസ് കാണാൻ പറ്റും, 1, 2, 4, 8, etc. ഇത് നമ്മൾ കൂട്ടിയല്ല എഴുതിയേക്കുന്നത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അത് നോൺ സീറോ നമ്പർ ആയിരിക്കണം. നോൺ സീറോ നമ്പർ കൊണ്ടാണ് നമ്മൾ റിപ്പീറ്റഡ്ലി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം 0 ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ നോൺ സീറോ നമ്പർ തന്നെ വേണമെന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ജോമെട്രി സീക്വൻസിൽ 0 എന്നുള്ളത് വരത്തില്ല. അവിടെ 0 വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം 0 ആയി പോകും അവിടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ 1 × 2 ആണ് 2, 2 × 2 ആണ് 4, 4 × 2 ആണ് 8, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റിപ്പീറ്റഡ്ലി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കുവാണ്. ഇങ്ങനെയുള്ള സീക്വൻസിനെ നമ്മൾ ജോമെട്രി സീക്വൻസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് നമ്പറാണോ റിപ്പീറ്റഡ്ലി മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിനെ നമ്മൾ കോമൺ റേഷ്യോ എന്നും പറയും. അപ്പോൾ ചോദ്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് ഈ തന്നേക്കുന്ന ജോമെട്രി സീക്വൻസിലെ 5ാമത്തെ ടേം കണ്ടുപിടിക്കണം. ദെൻ അടുത്ത് ഫസ്റ്റ് ടേം 2 ആണ്, കോമൺ റേഷ്യോ 3 ആണെങ്കിൽ ആ സീക്വൻസ് എഴുതുക. ദെൻ ഈ തന്നേക്കുന്ന സീക്വൻസിലെ കോമൺ റേഷ്യോ എന്താണ് വരുന്നത്. ദെൻ 1, -1, 1, etc. എന്നുള്ളതിൻ്റെ 10ാമത്തെ ടേം എന്താണ് വരുന്നത്. ഇനി ഈ സീക്വൻസിൻ്റെ തന്നെ ആദ്യത്തെ 10 ടേമിൻ്റെ സം എന്ത് വരും. പിന്നെ ഈ തന്നേക്കുന്നതിൽ ജോമെട്രി സീക്വൻസിനകത്ത് വരാത്ത നമ്പർ ഏതാണ്, ഏത് ടേം ആണ് ഇതിനകത്ത് വരാത്തത്. ഇതാണ് ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന ഗണിതാശയം വായിക്കുക. ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി എഴുതി രൂപീകരിക്കുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി എന്ന് നമുക്കറിയാം. ഉദാഹരണം 1, 3, 5, 7, etc. ഇതുപോലെ ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി 0 അല്ലാത്ത ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചെഴുതിയും തുടർച്ചയായി ഗുണിച്ചെഴുതിയും നമുക്ക് സംഖ്യാശ്രേണി രൂപീകരിക്കാം. ഉദാഹരണം 1, 2, 4, 8, etc. ഈ ശ്രേണിയിലെ ഓരോ സംഖ്യയും 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അടുത്ത സംഖ്യ കിട്ടുന്നത്. ഇത്തരം ശ്രേണികളെ സമഗുണിത ശ്രേണികൾ എന്നാണ് പറയുന്നത്. ഗുണിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യയെ പൊതുഗുണിതം എന്നും പറയുന്നു. 1, ഇവിടെ ഒരു കോമയുണ്ട്, 1, 2, 4, 8, etc. എന്ന സമഗുണിത ശ്രേണിയുടെ 5ാം പദം എന്ത്. ഒരു സമഗുണിത ശ്രേണിയുടെ ആദ്യ പദം 2ഉം പൊതുഗുണിതം 3ഉമാണ്. ശ്രേണി എഴുതുക. 4, 12, 48 എന്ന സമഗുണിത ശ്രേണിയുടെ പൊതുഗുണിതം എത്രയാണ്. 1, -1, 1, etc. എന്ന സമഗുണിത ശ്രേണിയുടെ 10ാം പദം എഴുതുക. 1, -1, 1, etc. എന്ന സമഗുണിത ശ്രേണിയുടെ തുടർച്ചയായ 10 പദങ്ങളുടെ തുക എത്ര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു സമഗുണിത ശ്രേണിയുടെയും പദമാകാത്ത സംഖ്യ ഏതാണ്. പൈ, 0, √2, 1/π. അപ്പം 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓരോന്നിനും ഇവിടെ 6 ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം ഓഫ് ദ ജോമെട്രി സീക്വൻസ് 1, 2, 4, 8, etc. ജോമെട്രി സീക്വൻസ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം ഇവിടെ നമുക്ക് കണ്ടറിയാം 1 × 2 2, 2 × 2 4, 4 × 2 8. 4th ടേം വരെയുള്ളത് തന്നിട്ടുണ്ട്. ഇപ്പോൾ 5th ടേം എന്ന് പറയുന്നത് 8 × 2 = 16. ഓക്കെ, നെക്സ്റ്റ് വൺ. റൈറ്റ് ദ ജോമെട്രിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 2 ആൻഡ് കോമൺ റേഷ്യോ 3. ആദ്യത്തെ ടേമും 2ഉം കോമൺ റേഷ്യോ 3ഉം ആയിട്ടുള്ള ജോമെട്രി സീക്വൻസ് എഴുതാനായിട്ടാണ്. അപ്പം ഇറ്റ് ഈസ് 2, 6, 18, 54, etc. അതായത് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6, 6 × 3 18, 18 × 3 54, etc. ഇതാണ് ആ ജോമെട്രിക് സീക്വൻസ്. ദെൻ തേർഡ് വൺ ഈസ് വാട്ട് ഈസ് ദ കോമൺ റേഷ്യോ ഓഫ് ദ ജോമെട്രിക് സീക്വൻസ് 3, 12, 48, etc. നമ്മളോട് കോമൺ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന x2-ൽ നിന്ന് s1 കുറയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിവിഷനാണ് ചെയ്യുന്നത്. അതായത് ഒരു നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് വി ഷുഡ് ഡിവൈഡ്. സോ r = 12 / 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 4. ദെൻ റൈറ്റ് ദ 10th ടേം ഓഫ് ദ ജോമെട്രി സീക്വൻസ് 1, -1, 1, etc. ഇതിൻ്റെ 10th ടേം എഴുതാനായിട്ടാണ്
ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫസ്റ്റ് ടേം 1ഉം സെക്കൻഡ് ടേം -1, തേർഡ് ടേം 1, ദെൻ നെക്സ്റ്റ് ടേം ഈസ് -1 അല്ലേ. അതായത് ഇവിടെ S2ൻ്റെ സ്ഥാനത്ത് -1 ആണ്, S4 നെഗറ്റീവ് ആണ്. അതായത് നമ്മുടെ സെക്കൻഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, സിക്സ്ത് പൊസിഷൻ ഇതെല്ലാം -1 ആണ്. അത് ഈവൻ നമ്പറിൻ്റെ ആ പൊസിഷൻസ് എല്ലാം തന്നെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 10 എന്നുള്ള ഒരു ഈവൻ നമ്പറാണ്. സോ 10th ടേം മസ്റ്റ് ബി -1. What is the sum? The next question is what is the sum of 10 consecutive terms of the geometry sequence? അപ്പോൾ ആദ്യത്തെ 10 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ എഴുതാനായിട്ടാണ് ചോദ്യം, സം എഴുതാനായിട്ടാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം നമ്മൾ കണ്ടുപിടിക്കേണ്ട സം ഇതാണ് 1 + -1 + 1 + -1 + എക്സെട്ര. തൊട്ട് മുമ്പ് കണ്ടു 10th ടേം എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -1 മുമ്പ് ഒരു 1 ഉണ്ട്, അതാണ് നമ്മളിവിടെ 1 + -1 എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1 -1, 1 + -1 it is 0, 1 + -1 it is 0. അപ്പം ഇതിനിടയ്ക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം 0 ആണ്. 1 + -1 it is 0. അപ്പോൾ ഇവിടെ നമുക്ക് 0 കിട്ടും. അപ്പോൾ സം ഓഫ് 11 കോൺസിക്യൂട്ടീവ് ടേംസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു +1 വരുമായിരുന്നു. അപ്പോൾ 0 + 1 it is equal to 1 വരും. ഇപ്പം നമ്മുടെ ഇവിടുത്തെ സം എന്ന് പറയുന്നത് it is 0. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ നോട്ട് ബി എ ടേം ഓഫ് എനി ജോമെട്രിക് സീക്വൻസ്? ഇതിനകത്ത് ഏതാണ് അതിൻ്റെ ടേം ആകാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ജോമെട്രി സീക്വൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഇറ്റ് ഷുഡ് ബി എ നോൺ സീറോ നമ്പർ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നോൺ സീറോ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 0 എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇതിനകത്ത് അല്ലാത്ത ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0. അപ്പോൾ എഫ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പം ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും അതിനകത്ത് തന്നേക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുക. എന്നിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്ത് എന്തൊക്കെ സോൾവ് ചെയ്യാനായിട്ട് വേണം എന്നുള്ളത് ചിന്തിക്കുക, അങ്ങനെ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ ബെറ്ററായിട്ട് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.